എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്നും കൂടുതൽ സ്നേഹവും കെയറും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 അക്കങ്ങളാണ്. അതിലിഷ്ടമുള്ളൊരക്കം തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ആദ്യമായിട്ട് നമുക്ക് ആദ്യത്തെ 411 എന്ന് പറയുന്ന അക്കം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് തന്നെ പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും കൃത്യമായ കെയറും കൃത്യമായ സംരക്ഷണവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിക്കാനാണ് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ പലപ്പോഴും ജീവിതത്തിൽ ആ വ്യക്തിയിൽ നിന്നും അവഗണനകളും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ തിരക്ക് കൊണ്ടോ ജീവിതത്തിലെ അവസ്ഥ കൊണ്ടോ പലപ്പോഴും ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ അവഗണിക്കുകയോ ചെയ്യുന്നത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആ വ്യക്തി തീർത്തും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവഗണിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ മനോവേദന പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പലപ്പോഴും ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ടായിരിക്കാം ആ വ്യക്തി പെരുമാറുന്നത്. പക്ഷേ അത് നിങ്ങളിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സാഹചര്യങ്ങളുടെ ചില സമ്മർദ്ദങ്ങൾ ആ വ്യക്തിക്കുണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ആ വ്യക്തിയുടെ മനസ്സിന് വേദന സമ്മാനിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ ആ വ്യക്തിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേദനകളെ സമ്മാനിച്ചു കൊണ്ടേയിരുന്നു. എങ്ങനെ ഏത് പ്രതികൂല സാഹചര്യം തരണം ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും, എങ്ങനെ മുന്നേറാൻ കഴിയുമെന്നുള്ള ചോദ്യങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു ആശങ്ക നിങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം ബേസ് ചെയ്തുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. പലപ്പോഴും ആ വ്യക്തിയിൽ നിന്നും സ്നേഹക്കുറവുകളുണ്ടാകുമ്പോൾ, ആ വ്യക്തിയിൽ നിന്നും ലഭിക്കേണ്ട സ്നേഹത്തിന് കുറവ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആശങ്കകളുണ്ട്. പലപ്പോഴും മറ്റ് ചില ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആ വ്യക്തിയുമായി ചേർന്ന് സന്തോഷത്തോടെ അധികം അല്ലലും പ്രതിസന്ധികളും ഇല്ലാതെ കടന്നുപോയെങ്കിൽ പിന്നീടുണ്ടായ ഘട്ടങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്ന സമീപനം ആ വ്യക്തിയിൽ നിന്നുണ്ടായി. എന്തുകൊണ്ടാണത് ഉണ്ടായതെന്ന് ചോദിച്ചാൽ ചില ആളുകളുടെ സമ്മർദ്ദം അതിലുണ്ട്. ചില ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന കെയർ, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സന്തോഷം, അതൊക്കെ തിരിച്ചു കിട്ടണമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയിൽ ചില ആളുകൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സംഭവങ്ങളില്ല. ഏതായാലും ആ വ്യക്തിയുമായി ചേർന്ന് നിൽക്കുക, ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുക. ആ വ്യക്തി മറ്റു ചില ആളുകൾ പറഞ്ഞ ചില അബദ്ധധാരണകളിലാണുള്ളത്. ആ അബദ്ധധാരണകളിൽ നിന്നും സ്വതന്ത്രമായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. നിങ്ങൾക്ക് തിരിച്ചെത്താനും നിങ്ങൾക്ക് ജീവിതത്തിൽ ആശങ്കയില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. ഉടൻ തന്നെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള കെയർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണാം. കാരണം നിങ്ങൾ സാഹചര്യങ്ങളെയും ആ വ്യക്തിയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്കതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങാൻ സാധിക്കും. അടുത്തതായിട്ട് 2ാമത്തെ അക്കം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തി. മറ്റാരും നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി തൻ്റെ ഏറ്റവും വലിയ അടുത്ത ആളായിട്ട് നിങ്ങളെ കണ്ടു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ വേദനകൾക്കപ്പുറത്തേക്ക്, ആ വേദനകളുടെ എല്ലാം ആ ഒരു പ്രതിസന്ധികൾക്കപ്പുറത്തേക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ആ വ്യക്തി സ്നേഹിച്ചു. ആ വ്യക്തിയുടെ സ്നേഹത്തെ തടയുവാൻ, ആ വ്യക്തിയുടെ സ്നേഹത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിൽ. എത്ര ആളുകൾ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമോ, എങ്ങനെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിൽ അകപ്പെട്ട് ജീവിതം മുന്നോട്ട് പോയപ്പോൾ പിന്നീട് പെട്ടെന്ന് ആ വ്യക്തിയുടെ സ്നേഹം
ജീവിതത്തിൻ്റെ ഒരു മധ്യഘട്ടത്തിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലോ വെച്ച് നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. ആ നഷ്ടപ്പെടാനുള്ള കാരണം നിങ്ങളുടെ ഏറ്റവും നല്ല അടുത്ത ആളുകളാണ്, നിങ്ങളോട് ആത്മാർത്ഥമുള്ള ആളുകളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ ചിലർ നിങ്ങളെ പരിപൂർണമായിട്ട് ഒറ്റപ്പെടുത്തി. ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ധാരാളം ധനനഷ്ടം ഉണ്ടായൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലരെ നിങ്ങൾ വിശ്വസിക്കുകയായിരുന്നു, നിങ്ങളുടെ വ്യക്തിയും വിശ്വസിക്കുകയായിരുന്നു. പക്ഷെ അവർ നിങ്ങളെ കൊള്ളയടിക്കാനോ നിങ്ങളെ തകർക്കാനോ ഉള്ള ശ്രമത്തിലായിരുന്നു. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ നല്ലത് പറയുകയും നിങ്ങൾ മാറിക്കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ച് മോശം പറയുകയൊക്കെ ചെയ്യുന്ന പ്രവണതയാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അങ്ങനെ അവരുടെ പ്രവണത കൊണ്ട് നിങ്ങൾക്കൊരുപാട് നഷ്ടങ്ങളുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ആ നഷ്ടങ്ങളിൽ നിന്നൊക്കെ കരകയറി ആ വ്യക്തി നിങ്ങളിലേക്ക് മാത്രം അറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. പ്രതിസന്ധികളിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അടുത്ത ഘട്ടത്തിൽ നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നൊരവസ്ഥ സംജാതമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ട കെയറും ഒക്കെ തിരിച്ചു കിട്ടും. അതിനുശേഷം നഷ്ടപ്പെട്ട എല്ലാ ഭൗതികമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് വെട്ടിപ്പിടിക്കാനും കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.